ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മീഷോന്ന് വരുത്തിയ ജ്വല്ലറി മേക്കിംഗ് കിറ്റാണിത്. ഇത് വെച്ചാണ് ഇന്ന് നമ്മളെല്ലാം ചെയ്തു നോക്കാൻ പോകുന്ന ജ്വല്ലറീസ്, ബ്രേസ്ലെറ്റും അതുകൂടാതെ മാലയും കമ്മലും എല്ലാം ഇത് വെച്ച് നമ്മൾ ചെയ്തു നോക്കും. ഇതുപോലെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇതിന് 213 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതിലെല്ലാം വെറൈറ്റീസ് ആയിട്ടുള്ള മുത്തുകളാണ്. ഏത് സൈസിൽ ഷേപ്പിലൊക്കെ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിതിൽ ഇതുപോലെ പൂക്കളെല്ലാം കിട്ടും. പിന്നീട് ഇതുപോലെ ലവ് ഷേപ്പൊക്കെ കാണാം. പിന്നീട് സ്റ്റാർ, ഇതുപോലെ പൂക്കൾ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, ലെറ്റേഴ്സ്, പിന്നെ ഇതുപോലെ മുത്തുകളുണ്ട്, വലിയ മുത്തുകളുണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നീട് ഇതുപോലെ ഷേപ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല പല ഷേപ്പിൽ ഇത് കിട്ടും. സംഭവം അടിപൊളിയാണ്. റേറ്റ് ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മുത്തേനൊക്കെ അത്യാവശ്യം പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. സംഭവം ഇത്രയാണ് കിട്ടുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട്. ഇതുപോലെ നമുക്ക് തങ്കൂസ് നൂല് കിട്ടും. പിന്നീട് നമുക്ക് കൊളുത്തും ജംപ് റിങ്സും കിട്ടുന്നുണ്ട്. പിന്നീട് ഇതാണ് ടിപ്പ് നോട്ട് കവേഴ്സ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കൂടാതെ നമുക്ക് ഇതുപോലെ ക്യൂട്ട് കത്രികയും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ തന്നെ ഉണ്ട് സംഭവം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ നൂലാണ് എടുക്കുന്നത്, തങ്കൂസ് നൂല്. ഇതുപോലെ ഞാൻ തങ്കൂസ് നൂല് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ അളവ് നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലെ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് തുടങ്ങാം. ഞാൻ ഇതുപോലെ പർപ്പിൾ കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് എടുക്കാം. എനിക്കിത് 213 രൂപയ്ക്ക് കിട്ടിയത്. ഞാൻ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് 230, 36 ആ ഒരു റേഞ്ചൊക്കെ ആവുമായിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ സ്റ്റോക്ക് ഉള്ളതിൻ്റെത് ലിങ്ക് ഇട്ടേക്കാം. സിമിലർ പ്രൊഡക്റ്റ് തന്നെ. ഇതുപോലെ ആദ്യം ഞാൻ കുറച്ച് കുഞ്ഞ് ഇതുപോലെ പർപ്പിൾ കളറെല്ലാം മുത്തിട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് വലുത് ഒരു 2-3 ഇടാം. ഞാൻ ഒരു 2 ഇടുന്നുണ്ട് ഇതുപോലെ. പിന്നീട് എനിക്കിതിൽ ഏതെടുത്ത് പറക്കി ഇടണമെന്ന് തന്നെ ഡൗട്ടാണ്. കാരണം എല്ലാം നല്ല രസമായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതുപോലത്തെ ഷേപ്പിൽ എടുത്തിട്ട് ഇടാം. ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു പൂവ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിത് ഇതുപോലെ കിട്ടും. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് ഡിസൈൻ ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് വരും. കുറച്ച് ഡിസൈനൊക്കെ ചിന്തിച്ച് വെച്ച് ഏത് മുത്തിടണം എന്നൊക്കെ ചിന്തിച്ച് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത് സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം നല്ല രസമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കയ്യിലൊക്കെ വെച്ച് നോക്കി സെറ്റാന്ന് ഒരു ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇത് കെട്ടിയിട്ടില്ല. ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്കിത് കൂട്ടിക്കെട്ടാം. അപ്പം ഞാൻ ഇതുപോലെ കൂട്ടിക്കെട്ടുവാണ്.
ഒരു 2-3 പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ നിങ്ങളിത് കെട്ടണം. ഇത് നല്ലപോലെ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നീട് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കത് ഇതുപോലെ സെറ്റ് ചെയ്ത് കിട്ടും. സംഭവം ഇതുപോലെ വലിയുന്നതും കൂടാണ്. നമുക്കിതിനെ ഇട്ട് നോക്കാം. സംഭവം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിത് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിൾ ഡിസൈൻസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. സംഭവം പെർഫെക്റ്റ് ആണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സൂപ്പറാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കുറച്ച് പേർക്ക് ഷെയറൊക്കെ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ജ്വല്ലറി ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ടിപ്പ് നോട്ട് കവേഴ്സാണ് എടുത്തേക്കുന്നത്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അധികം അറിയുമോ എനിക്കറിയില്ല. കാരണം ഞാൻ മെറ്റീരിയൽസ് കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതില്ലായിരുന്നു. ഇതാദ്യമായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇതാണ് ടിപ്പ് നോട്ട് കവേഴ്സ്. ഇതുപോലെ ഉണ്ടാവും. ഇതിൻ്റെ നടുക്കൂടെ ഇതുപോലെ ഹോളുണ്ടാവും. പിന്നീട് ഇത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഞാൻ പറയാം. അപ്പം നമ്മൾ ഇതുപോലെ ടിപ്പ് നോട്ട് കവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ നൂലെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുറ്റ് മാലയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അളവ് നിങ്ങൾക്ക് എത്ര വേണം നിങ്ങളുടെ കഴുത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ എനിക്കനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും മതി. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ടിപ്പ് നോട്ട് കവേഴ്സ് ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ. എന്നിട്ട് നമുക്കിതിൻ്റെ അറ്റം കെട്ടിക്കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യം നമുക്ക് നല്ലപോലെ കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി ഇറങ്ങുമോ നോക്കാം. ഇല്ല, ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഇതിറങ്ങിയും വരില്ല. ഇനി നമുക്ക് ഇതുപോലെ പശ എടുക്കാം. പശ വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഇതിനുള്ളിൽ നമ്മൾ കെട്ടി വെച്ചേക്കുന്നതിനകത്ത് ശകലം പശ അങ്ങ് തേച്ചേക്കുക. ഇത് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തേക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ. അതിനുശേഷം നമുക്കിതുപോലെ പ്ലെയർ എടുത്തിട്ട് ഇതങ്ങ് അടുപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ ഫുള്ള് അടുപ്പിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെട്ടിയത് ഇതിനുള്ളിലാണ് ഇരിക്കുന്നത്. പശ തേച്ചേക്കുന്നതുകൊണ്ട് അത് ഇളകിയും വരില്ല, സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുത്തുകളൊക്കെ ഇട്ട് കൊടുക്കാം പറക്കി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഇതിനകത്ത് ഇടാം. എനിക്ക് എന്തോ ഇടണമെന്ന് തന്നെ അറിയാൻ വയ്യ. ഞാൻ വിചാരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറക്കി ഇതിനകത്ത് മുത്തുകളെല്ലാം പറക്കിയിടാം. ഇതേപോലെ ഞാൻ ആദ്യം ഒരു മഞ്ഞ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് ഒരു റോസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ മഞ്ഞ, ഇതുപോലെ റോസ്, നീല അതൊക്കെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറക്കി നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാം. എനിക്ക് കയ്യെ കിട്ടുന്നൊക്കെ പറക്കി ഇടുവാണ്. ഇതുപോലെ അങ്ങനെ നമ്മൾ പകുതി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം.
അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ ഇത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് സംഭവം സെറ്റാണ്. വീണ്ടും നമ്മളൊരു ടിപ്പ് നോട്ട് കവർ എടുക്കുകയാണ്. അതിനുള്ളിൽ കൂടെ ഇതിട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഇതുപോലെ സെറ്റായിട്ടുണ്ടാകും. ഇനി നമുക്കിത് കെട്ടിക്കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം നമ്മളിത് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ നമുക്ക് ഇച്ചിരി പശ ഇതിനുള്ളിൽ തേച്ചേക്കാം. നമ്മൾ പശ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് പ്ലെയർ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഇതുപോലെ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. അങ്ങനെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് കൊളുത്ത് കൊടുക്കണം. അപ്പം ഇതുപോലെ നമ്മുടെ കൊളുത്ത് ഉണ്ട് ഇതിൽ. അങ്ങനെ ഞാൻ ഇവിടെ കൊളുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഭാഗത്തേക്ക് കൊളുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം സെറ്റാണ്. ഇപ്പുറത്തെ ഭാഗം ഇതുപോലെ ഓപ്പൺ ആണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജംപ് റിങ്സ് യൂസ് ചെയ്യാം. അഥവാ മാലയ്ക്ക് നീളം കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജംപ് റിങ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഈ കൊളുത്ത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായിട്ട് കിട്ടും. സംഭവം സൂപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജംപ് റിങ്സും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഇതിനാണ് നമ്മൾ ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സംഭവം നല്ല സൂപ്പറാണ്. അതിനാണ് നമ്മൾ ഇതുപോലെ എൻഡ് നോട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കിട്ടി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, കമൻറ്റ് കൂടെ ചെയ്യുക, കുറച്ച് പേർക്ക് കൂടെ ഷെയർ ചെയ്യുക. സംഭവം സൂപ്പറല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് അടിപൊളിയല്ലേ? എനിക്കിതൊക്കെ കാണുമ്പോൾ മറ്റേ ബീച്ചൊക്കെയാണ് ഓർമ്മ വരുന്നത്. ബീച്ചിലൊക്കെ ആളുകൾ ഇതൊക്കെ ഇതുപോലത്തെയൊക്കെ വിൽക്കാറില്ലേ? അപ്പോൾ നമ്മളിതൊക്കെ ഇട്ടുകൊണ്ട് പോകാം. ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇടുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതിനകത്ത് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള മുത്തുകളും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഇതെൻ്റെ കസിൻ സിസ്റ്റേഴ്സിനൊക്കെ കൊടുക്കാമെന്ന് വെച്ചേക്കുവാണ്. കാരണം കൊച്ചു പിള്ളേരൊക്കെ ആണ് അവർ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ചെയ്ത് നോക്കാം. പക്ഷേ എന്താണ് നമ്മൾ ചെയ്യുക? നമുക്ക് മോതിരം ഉണ്ടാക്കി നോക്കാം. അതും കൂടെ വർക്കാവോ എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ നൂലെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അളവ് നോക്കാം. അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുത്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലിപ്പോൾ ഏതിട്ട് കൊടുക്കും എന്നാണ് ആലോചിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, റെഡ് മുത്തിട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 റെഡ് മുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ വിചാരിച്ചാൽ നമുക്ക് ഈ പൂ തന്നെ ഇട്ട് കൊടുക്കാം, ഭംഗിയായിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ചെയ്തെടുക്കുവാണ് ഞാനപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ 4 പൂക്കളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 2 റെഡ് മുത്തും. വീണ്ടും നമുക്ക് 2 റെഡ് മുത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടിക്കെട്ടാം.
ഇനി ഒന്നുകൂടെ നമുക്കിത് കെട്ടാം. നിങ്ങളൊരു 3-4 വട്ടം കെട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പശയോടെ യൂസ് ചെയ്യാം, കാരണം ഒരു ബലത്തിന്. അങ്ങനെ ഞാനതൊരു 3-4-5 പ്രാവശ്യം അങ്ങ് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. നമുക്കിനി ഇത് ഇട്ട് നോക്കാം. സംഭവം സെറ്റാണ്. സംഭവം കൂളാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ ഒക്കെ ഇത് ചെയ്തെടുക്കാം. എനിക്ക് മോതിരമൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ചെറിയ ബീഡൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇത് കുറച്ചുകൂടെ വലിയ ബീഡാണ്, പക്ഷേ എന്നാലും സംഭവം കൂളാണ്. നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഇതിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെ സംഭവം സെറ്റായിട്ടുണ്ട്. ക്യൂട്ടല്ലേ? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഈ ടൈപ്പ് മോതിരങ്ങൾ അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും കുഞ്ഞു പിള്ളേർക്കൊക്കെ ഞാൻ പറക്കി കൊടുക്കാറാണ് പതിവ്. നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ സ്റ്റാർ ആവാം. സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ എവിടെ നിന്ന് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ഐറ്റം ചെയ്യാം. നമ്മുടെ മെയിൻ ഐറ്റം ഇയറിങ് ചെയ്ത് നോക്കാം. അത് ചെയ്യാതെ ഒരു സന്തോഷമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാനിവിടെ ഹെഡ് പിൻസ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് ഇതേപോലെ ഇയർ ഹുക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജമ്പ് റിങ്സും കൂടെ എടുത്തേക്കാം. ജമ്പ് റിങ്സ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മുത്തും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുരുക്കാം. ഇതുപോലെ ഹെഡ് പിൻ എടുത്തിട്ട് ഇതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എന്തിടും എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ സംഭവമൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഹെഡ് പിൻ എടുത്ത് നമ്മൾ ആദ്യം ഇതുപോലെ ലവ് ചിഹ്നം ഇട്ട് പിന്നെ നമുക്ക് ഇതെടുക്കാം. ഇത് കാണാൻ നല്ല രസമായിട്ടുണ്ട്. ആ പൂ എടുത്ത് വെക്കാം. പിന്നീട് നമുക്ക് വീണ്ടും ഒരു പച്ച ലവ് ചിഹ്നം വേണം, പക്ഷേ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. പച്ച ഇതിൽ വളരെ കുറവാണ് ഗൈസ്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ കളേഴ്സും കാണത്തില്ല. വേറെ എല്ലാ കളേഴ്സും ഉണ്ട്, ബട്ട് പച്ച ഈ ഒന്നും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് 2ാമത്തെ ഇയറിങ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സംഭവം കളറങ്ങ് നമുക്ക് തിരിക്കാം. നമുക്കിതുപോലെ നീല എടുത്തിട്ട് ആദ്യം നീല ലവ് ചിഹ്നം ഇടാം. എന്നിട്ട് നമുക്ക് പച്ചപ്പൂ എടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. വീണ്ടും നമുക്ക് നീല ഒരു ലവ് ചിഹ്നം ഇട്ട് കൊടുക്കാം. ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതും കൂളാണ്, സിമ്പിളാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് ലൂപ്പ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജമ്പ് റിങ്സ് എടുക്കാം. അത് ഓപ്പൺ ചെയ്യാം. ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇയർ ഹുക്കും കൂടെ ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുഞ്ഞി കമ്മൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഇയറിങ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് സംഭവം സെറ്റാണ്. ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോഴും സംഭവം ക്യൂട്ടും സൂപ്പറും ആയിരുന്നു. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. മിക്കവാറും ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇയറിങ് ഉണ്ടാക്കാനേ ചാൻസ് ഉള്ളൂ, കാരണം എനിക്ക് ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാലയും സെറ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യൂട്ട് ഇയറിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. നിങ്ങൾ ഇത് എന്തുവായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇത് വാങ്ങാം. എനിക്കറിയാം ഇത്രയും പൈസയൊന്നും ചിലപ്പം 230 രൂപയൊക്കെയാണ്. എനിക്കിതൊക്കെ ഭയങ്കര വലുതായിട്ടാണ് ഫീൽ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ 20 രൂപ സേവ് ചെയ്താൽ മതി. കാരണം ഞാൻ ചെറിയ മുത്തുകളാണ് കൂടുതലും വാങ്ങുന്നത്. അപ്പോൾ 20 രൂപയ്ക്ക് കിട്ടുന്നേ വാങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ബോക്സിന് 20 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ നമുക്കത് ലാഭമായിട്ടാണ് വരുന്നത്. അപ്പം സംഭവം സെറ്റാണ്. നമ്മൾ ഇതൊക്കെ വെച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇനി വരുന്നതിൽ ചെയ്യാം. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് മാലയാണോ ഇഷ്ടം, കമ്മലാണോ ഇഷ്ടം, അതും ഇതുപോലെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ആണോ ഇഷ്ടം, കുഞ്ഞു മോതിരങ്ങളാണോ ഇഷ്ടം, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഇതുപോലെ ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. അടിപൊളിയാണ്. ഇനി നമുക്ക് കമ്മലും കൂടി ഇട്ട് കാണിക്കാം. സംഭവം സെറ്റല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് ചെയ്യാൻ നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് പഠിച്ചിരിക്കണം എന്നൊന്നുമില്ല. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം, കസിൻസിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് കിറ്റ് മീഷോയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്, അതായത് വാങ്ങിയതാണ് നമ്മളിത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.